ഗതാഗതക്കുരുക്ക് കാരണം പോറോതെ മുട്ടിയിരിക്കുകയാണ് മലപ്പുറം അങ്ങാടിപ്പുറം ജംഗ്ഷൻ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ വീതി കുറവുള്ള അങ്ങാടിപ്പുറം പാലവും അങ്ങാടിപ്പുറം ജംഗ്ഷനും കൂടി കടന്നു കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച ഒരാടം പാലം ബൈപ്പാസ് അടക്കമുള്ള പല പദ്ധതികളും ഇപ്പോഴും കടലാസിലേ ഉള്ളൂ. അഷ്കർ അലി കരിമ്പയുടെ റിപ്പോർട്ട്. ഏറെക്കാലമായി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവരെല്ലാം തന്നെ അങ്ങാടിപ്പുറത്തെത്തിയാൽ കാത്തിരിക്കുന്നത് അങ്ങേയറ്റത്ത് ദുരിതമാണ്. മണിക്കൂറുകളോളമാണ് പലപ്പോഴും ഗതാഗത സമരം നീളുന്നത്. പലതവണ അധികാരികൾക്ക് മുമ്പിൽ പരാതികൾ എത്തിയിട്ട് പോലും ഇന്നും ഒരു പരിഹാരവുമില്ലാതെ, ശാപമോക്ഷമില്ലാതെ ഇന്നും തുടരുന്ന ഒരു നിത്യശാപമാണ് ഈ കാണുന്ന കാഴ്ച. കിലോമീറ്ററോളം ദൂരത്തിലേക്കാണ് പലപ്പോഴും ഈ ഗതാഗത സമരം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അങ്ങാടിപ്പുറം പാലത്തേക്ക് വരുമ്പോൾ 4 വരി പാതയായി വന്ന് പിന്നീട് അത് 2 വരി പാതയായി മാറുന്നു. അല്ലെങ്കിൽ ഇടുങ്ങിയ പാലത്തിലേക്ക്, ഒരു കുപ്പിക്കഴുത്ത് പോലെ ഇടുങ്ങിയ പാലത്തിലേക്ക് വാഹനങ്ങൾ എത്തുന്ന അവസ്ഥയാണ്. സ്വാഭാവികമായും മണിക്കൂറുകളോളം തന്നെ ഗതാഗത സമരം ഉണ്ടാകുന്നു. സമാനമായി തന്നെ അങ്ങാടിപ്പുറം ജംഗ്ഷൻ, അതിന് പരിഹാരമായി സർക്കാർ തന്നെ കൊണ്ടുവന്ന ഓരാടം പാലം ബൈപ്പാസ് ഇന്നും വെറും കടലാസ് രേഖയായി മാത്രം നിൽക്കുന്ന സാഹചര്യമാണ്. ഓരാടം പാലം ബൈപ്പാസിന് വേണ്ടിയടക്കം നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നിട്ട് പോലും ഇന്നും അത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്കോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. ഇതാണ് അനങ്ങാത്ത അവസ്ഥ. അതെ, പെരും ബ്ലോക്ക് വണ്ടി ദിവസം കൂടുന്നതനുസരിച്ച് വണ്ടി കൂടുകയാണേ. അപ്പോൾ കഴിഞ്ഞനുസരിച്ച് പുതിയ ആൾക്കാരൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അവർ 8-10 ഇങ്ങനെ പോകും. ദിവസം ആക്സിഡൻറ്റ് നടക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നല്ല. ഏകദേശം ഇപ്പം ഞങ്ങൾ ഈ ബൈക്ക് തന്നെ റോങ് സൈഡിൽ കയറിയ വരല്ലേ. അപ്പോൾ സാധാരണ ഞങ്ങളിങ്ങനെ കയറ്റി വരുമ്പോൾ ഞങ്ങളിവിടെ കണ്ടുകൊണ്ട് ഞങ്ങൾ സൈഡാക്കി, പോലീസ് വണ്ടിയും കണ്ടുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കയറും. ഞങ്ങൾ 500 പോയാലും കുഴപ്പമില്ല, ഫൈൻ അടിക്കുമ്പോൾ റോങ് ആയിട്ട് കയറുമ്പോൾ. പലതവണ ഫണ്ട് വകയിരുത്തിയിട്ട് പോലും നടക്കാത്തൊരു പദ്ധതിയായി ഓരാടം പാലം ബൈപ്പാസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആ ബൈപ്പാസിന് വേണ്ടി ഒരു വിരലടക്കം പോലും നടക്കുന്നില്ല, ഒരു പ്രവൃത്തി പോലും നടക്കുന്നില്ല. സ്വാഭാവികമായും ഈ യാത്രാ ദുരിതം അതിപ്പോഴും സമാനമായ രീതിയിൽ തന്നെ തുടർന്നു. പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇടപെട്ട് പലപ്പോഴും ഈ ഗതാഗത കുരുക്ക് അഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് നിഷ്ഫലമാവുന്നതാണ് ഇവിടുത്തെ സാഹചര്യം. എൻ്റെ വീട് ഇവിടെ 1 കിലോമീറ്റർ അപ്പുറമാണ്. ഞാൻ ഭക്ഷണം കഴിക്കൽ ഇവിടെ ഈ ഹോട്ടലിലാണ്. കാരണം പോയി വരാൻ 2 മണിക്കൂർ വരും. ആ വണ്ടിയിൽ പോകണം, അതിൻ്റെ എണ്ണയും ഇത് നോക്കിയാൽ നമുക്ക് 60 റുപ്യ ഊണയൊക്കെ ഇവിടെ കൊടുക്കുകയാണ്. പലതവണ ഇവിടുത്തെ നാട്ടുകാരടക്കം തന്നെ സമരത്തിലേക്ക് എത്തിയിട്ട് പോലും ഇന്നും ഒരു പരിഹാരമില്ലാതെ, ശാപമോക്ഷമില്ലാതെ തുടരുന്ന ഒരു അവസ്ഥയാണ് ഈ അങ്ങാടിപ്പുറം പാലത്തിന് സമീപത്തും അങ്ങാടിപ്പുറം ജംഗ്ഷനിലുമുള്ള ഗതാഗതക്കുരുക്ക്. അതിന് അടിയന്തരമായൊരു പരിഹാരം വേണമെന്നതാണ് ഇപ്പോഴും നാട്ടുകാരും വഴിയാത്രക്കാരും ഒക്കെ തന്നെ പങ്കുവെക്കുന്ന ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുമ്പൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.